പ്രസ് സ്റ്റോപ്പിൽ ഇന്ന് ലിജോ വർഗീസാണുള്ളത്. ലിജോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. വിവിധ പത്രങ്ങളിൽ പലതരത്തിലുള്ള ഹെഡ്ലൈനുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മലയാളിയായിട്ടുള്ള CJ റോയ്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ MD ആയിരുന്ന CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത. അത് പല പത്രങ്ങളിലും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. കേരള കൗമുദി അതിന് ഇന്ന് ഹെഡ്ലൈനായി കൊടുത്തിരിക്കുന്നത് ദുരൂഹത മുറുകുന്നു എന്നുള്ളതാണ്. നെഞ്ചിൽ നിറയൊഴിച്ച് റോയിയുടെ ആത്മഹത്യ, ആദായ നികുതി വകുപ്പ് മൗനത്തിൽ, അന്വേഷണത്തിന് SIT തുടങ്ങിയ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ദുരൂഹത എന്ന നിലയിൽ ആ വാർത്തയെ അവർ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഇന്ന് എന്നുള്ള വാർത്ത കൂടി കേരള കൗമുദിയിൽ നമുക്ക് കാണാൻ കഴിയും. നിശ്ചയദാർഢ്യം കൊണ്ട്, കഠിനാധ്വാനം കൊണ്ട് വൻ വ്യവസായ സാമ്രാജ്യം പടുത്തുയർത്തിയ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് മേധാവി CJ റോയ് ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനയ്ക്കിടെ സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കി എന്നതാണ്. പക്ഷേ അതിൽ ഒരുപാട് ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് കേരള കൗമുദിയും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തകൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. കേരള കൗമുദിയിൽ നിന്ന് ദേശാഭിമാനിയിലേക്ക് പോകുമ്പോൾ അതിൽ കുറെ കൂടി പൊളിറ്റിക്കലിയാണ് ആ വാർത്തയെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വ്യവസായി CJ റോയിയുടെ മരണം പ്രതിസ്ഥാനത്ത് കേന്ദ്രം എന്നുള്ളതാണ്. വഴങ്ങാത്ത വ്യവസായികളെ വേട്ടയാടി കേന്ദ്ര ഏജൻസികൾ. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. സംസ്കാരം ഇന്ന്. മരിച്ച വിവരം അറിഞ്ഞിട്ടും പരിശോധന തുടർന്നതിൽ ദുരൂഹത. സമഗ്ര അന്വേഷണം വേണമെന്ന് MV ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടതടക്കമുള്ള വാർത്തകൾ വെച്ചുകൊണ്ടാണ്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ പലപ്പോഴും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ വ്യവസായികളെയും മറ്റും അത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ള കഴിഞ്ഞ കുറേ കാലങ്ങളായി CPM ആരോപിക്കുന്ന ആ കാര്യം തന്നെ വെച്ചുകൊണ്ടാണ് ദേശാഭിമാനി ഇന്ന് ഒന്നാമത്തെ പേജിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതെന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റു പത്രങ്ങളിലും ഈ വാർത്തകൾ തന്നെ ഉണ്ട്. എല്ലാ പത്രങ്ങളിലും ആ വാർത്തകൾ തന്നെ ഉണ്ട്. പക്ഷേ അതിനപ്പുറം കുറേ കൂടി പ്രാധാന്യം കൊടുത്ത് മറ്റു വാർത്തകളിലേക്കാണ് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മാതൃഭൂമിയിൽ ഇന്ന് ഒന്നാമത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ കൊടുത്തിരിക്കുന്നത് കുറ്റികൾ ഊരാം എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. സ്ഥലം ഏറ്റെടുപ്പ് വിജ്ഞാപനം റദ്ദായി. സിൽവർ ലൈൻ മഞ്ഞക്കുറ്റികളെ ഇനി ഭയക്കേണ്ട, ആശങ്ക വേണ്ട. അതിരടയാളം നിശ്ചയിച്ച് സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ പല സ്ഥലങ്ങളിലും ശേഷിക്കുന്നുണ്ടെങ്കിലും ഭൂമി കൈമാറ്റത്തിനോ കൃഷി ഉൾപ്പെടെയുള്ള മറ്റാവശ്യങ്ങൾക്കോ ഇനി ഇവ തടസ്സമല്ല. ഭൂമിയിൽ മഞ്ഞക്കുറ്റി ഉള്ളതിൻ്റെ പേരിൽ വായ്പയോ കെട്ടിട നിർമ്മാണ അനുമതിയോ നിഷേധിക്കപ്പെടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ആ വാർത്ത ഇന്ന് കുറ്റികൾ ഊരാം എന്ന പേരിൽ കൊടുത്തിരിക്കുന്നത്. അലൈൻമെൻറ്റിൽ കണ്ണുനട്ട് റാപ്പിഡും കേന്ദ്രവുമാണ്. അതായത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള റാപ്പിഡ് റെയിൽവേ എന്ന പദ്ധതിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അതിവേഗ റെയിൽ പദ്ധതി, ഈ രണ്ട് കാര്യങ്ങൾക്കും ഈ നേരത്തെ ഉണ്ടായിരുന്ന അലൈൻമെൻറ്റിൽ നട്ടിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള സാഹചര്യത്തിൽ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇനി കുറേ കൂടി ശ്രദ്ധയോടുകൂടിയായിരിക്കും സംസ്ഥാന സർക്കാർ ഇടപെടുക എന്നുള്ള കാര്യം കൂടി വെച്ചുകൊണ്ടാണ് മാതൃഭൂമി ഒന്നാം പേജിൽ ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മനോരമ പത്രത്തിലേക്ക് വരുമ്പോൾ മനോരമ പത്രം മറ്റൊരു വാർത്തയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. CJ റോയ് അടക്കമുള്ള വാർത്തകൾ ഉണ്ടെങ്കിൽ പോലും അത് സ്കൂൾ സിലബസിൽ മന്ത്രിയുടെ ഓഫർ 25% ഡിസ്കൗണ്ട് എന്നുള്ളതാണ്. ഉള്ളടക്കം കുറയ്ക്കില്ലെന്ന് മന്ത്രി ശിവൻകുട്ടി എന്ന് പറയുന്ന വാർത്തയാണ്. സിലബസ് പെട്ടെന്ന് കുറച്ചാൽ ഗുണനിലവാരത്തെ ബാധിക്കുമെന്ന് വിദഗ്ധർ പറഞ്ഞ കാര്യം കൂടി വെച്ചുകൊണ്ടാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത അധ്യയന വർഷം തുടങ്ങാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്തെ സ്കൂൾ സിലബസ് 25% കുറയ്ക്കുമെന്ന മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രഖ്യാപനത്തിൽ അവ്യക്തതയും ആശങ്കകളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞാൽ മാധ്യമം പത്രത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു വാർത്തയുണ്ട്. അത് ഇസ്രായേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. വീണ്ടും ഇസ്രായേൽ കുരുതി എന്നുള്ളതാണ് മാധ്യമം പത്രത്തിൻ്റെ ഇന്ന് ഒന്നാമത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഗസയിൽ 30 മരണം. ഗസയ്ക്കടുത്ത ഖാൻ യൂനിസിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉറ്റവരുടെ മൃതദേഹത്തിനരികെ വിതുമ്പുന്നവരെ എന്നുള്ളൊരു ചിത്രം കൂടി വെച്ചുകൊണ്ടാണ് മാധ്യമം ഒന്നാം പേജിൽ ഇന്ന് വലിയ പ്രാധാന്യത്തോടു കൂടി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനിയിപ്പോൾ രാഷ്ട്രീയ വാർത്ത എന്ന നിലയ്ക്ക് തന്നെ ആ വാർത്തകളെ കൈകാര്യം ചെയ്തുകൊണ്ട് വീക്ഷണം പത്രത്തിന് ഒന്നാമത്തെ പേജിൽ ഇങ്ങനെയാണ് ആ വാർത്ത. IA നാണക്കേട്. എപ്സ്റ്റീൻ ഫയലുകളിൽ മോദി തന്നിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് ഇസ്രായേലിലേക്ക് പോയതായി എപ്സ്റ്റീൻ്റെ ഇമെയിൽ. ലൈംഗിക കുറ്റവാളിയിൽ നിന്നും മോദി എന്ത് ഉപദേശമാണ് സ്വീകരിച്ചതെന്ന് കോൺഗ്രസ് എന്നടക്കമുള്ള വാർത്തകൾ വെച്ചുകൊണ്ടാണ് വീക്ഷണം ഒന്നാമത്തെ പേജിൽ തന്നെ പ്രധാനപ്പെട്ട വാർത്തയായി എപ്സ്റ്റീൻ ഫയലുകളുമായി ബന്ധപ്പെട്ട നരേന്ദ്രമോദിക്കെതിരെയുള്ള വാർത്ത എന്ന നിലക്ക് അത് കൊടുത്തിരിക്കുന്നത്. ജന്മഭൂമിയിൽ മറ്റൊരു വാർത്തയാണുള്ളത്. അത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി KN ബാലഗോപാൽ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് സൗജന്യ ചികിത്സ 5 ദിവസം എന്ന പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. അത് അപകടത്തിൽപ്പെട്ടവർക്ക് പണരഹിത ചികിത്സ കേന്ദ്ര പദ്ധതി അട്ടിമറിച്ച് സ്വന്തമാക്കി എന്ന കാര്യമാണ് ജന്മഭൂമി ഇന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതാണ്. കേന്ദ്ര സർക്കാർ 1 വർഷം മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതി
ഇത് കേരളത്തിൽ നടപ്പാക്കാതെയാണ് പുതിയ ഇൻഷുറൻസ് പദ്ധതി എന്ന പേരിൽ അത് പുറത്തിറക്കിയത്. അപകടത്തിൽപ്പെടുന്ന ആൾക്ക് 7 ദിവസം 1.5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് എന്നുകൂടി വെച്ചുകൊണ്ടാണ് ആ വാർത്ത ഇന്ന് ജന്മഭൂമി ഒന്നാമത്തെ പേജിൽ അത്തരത്തിലൊരു വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മാധ്യമം പത്രത്തിൽ ഒരു വാർത്ത കൂടിയുണ്ട്. അത് ഇങ്ങനെയാണ്: ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ അട്ടിമറി, പ്രോസിക്യൂഷൻ അനുമതി തേടാതെ SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ സാധ്യതയേറി. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അത്തരത്തിലൊരു അട്ടിമറി ഉണ്ടായിട്ടുണ്ടെന്നുള്ള സൂചന നൽകിക്കൊണ്ട് ആണ് ഒരു വാർത്ത ഇന്ന് മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പ്രോസിക്യൂഷൻ അനുമതി പോലും തൊടാതെ പ്രത്യേക അന്വേഷണ സംഘം കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 12-ൽ 9 പ്രതികൾക്കുമെതിരെ കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വേണമെന്നാണ് വ്യവസ്ഥ. അറസ്റ്റിലായി 90 ദിവസങ്ങൾക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം. എന്നാൽ അതിനുള്ള നടപടികൾ പ്രത്യേക അന്വേഷണ സംഘം വൈകിപ്പിക്കുന്നതോടെ കൂടുതൽ പ്രതികൾ കോടതിയെ സമീപിച്ച് പുറത്തിറങ്ങാനുള്ള നീക്കത്തിലാണ് എന്നുള്ള കാര്യം കൂടി വെച്ചുകൊണ്ടാണ് മാധ്യമം പത്രം ഇന്ന് ഒന്നാം പേജിൽ അത്തരത്തിലുള്ള വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. മംഗളം പത്രത്തിൽ മറ്റൊരു കൗതുകം, അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ അത്തരത്തിൽ കൗതുകമുള്ളൊരു വാർത്തയാണത്. 2025 ചരിഞ്ഞത് 146 കാട്ടാനകൾ എന്നുള്ളതാണ്. ഓരോ 60 മണിക്കൂറിലും ഒരു കാട്ടാന ചരിയുന്നു. കേരളത്തിൽ ഓരോ 60 മണിക്കൂറിലും ഓരോ കാട്ടാന വീതം ചരിയുന്നതായി കണക്ക്. കഴിഞ്ഞ വർഷം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 146 ആനകൾ. 2018 മുതലുള്ള 8 വർഷത്തിനുള്ളിൽ 971 കാട്ടാനകൾ ചരിഞ്ഞതായും വനം വകുപ്പിൻ്റെ വിവരാവകാശ രേഖയിൽ പറയുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് ബൈജു ബാസി കൊച്ചിയിൽ നിന്ന് ബൈലൈനിൽ ഒരു വാർത്ത മംഗളം പത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. മാതൃഭൂമി പത്രത്തിൽ ഒരു ചിത്രമുണ്ട്, അതിന് ഉൾപേജിലും വാർത്തയുണ്ട്. അത് വളരെ ദുരിതപൂർണമായ ഒരു വാർത്തയാണ്. അതായത് എറണാകുളം ഉദയംപേരൂർ അതിർത്തി റോഡ് പുളിപ്പറമ്പിൽ സതിയുടെ തലയിൽ തെരുവുനായ കടിച്ചുണ്ടായ മുറിവാണ് ഈ കാണുന്നത്. വലിയ തോതിലുള്ള കടിച്ച് എന്താ പറയുക, ആയുധങ്ങൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം പോലെ അത്രത്തോളം രൂക്ഷമായ തരത്തിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. തെരുവുനായ വീട്ടമ്മയുടെ തല കടിച്ചു കീറി 4 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 7 പേർക്ക് പരിക്ക് എന്ന് ഉൾപേജിലും മാതൃഭൂമി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്രത്തോളം ദുരിതപൂർണമായ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളതെന്ന് ഈ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇന്ന് ഒരു എഡിറ്റോറിയൽ കൂടി വായിച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അത് ഇങ്ങനെയാണ്, മാതൃഭൂമിയുടെ എഡിറ്റോറിയലാണ്. കാലം ആവശ്യപ്പെട്ട വിധി എന്നുള്ളതാണ്. ഒരു രാജ്യത്തിൻ്റെ ഭാവി ഇവിടുത്തെ പെൺകുട്ടികളാണെന്ന് വ്യംഗ്യമായി പറഞ്ഞുറപ്പിക്കുകയാണ് പരമോന്നത കോടതി. ആർത്തവകാല ആരോഗ്യം മൗലിക അവകാശമാണെന്ന സുപ്രീം കോടതിയുടെ വിധിന്യായം വിപ്ലവകരമാണ്. സ്കൂളിൽ ആർത്തവ ശുചിത്വ സൗകര്യമില്ലാത്തത് കാരണം ഒരു പെൺകുട്ടിയുടെയും വിദ്യാഭ്യാസം മുടങ്ങരുതെന്ന നിർബന്ധ ബുദ്ധിയാണ് കോടതിയെ ഈ പ്രസ്താവനയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. സ്കൂളിൽ കോടതി ഇത്തരത്തിലൊരു വലിയ തീരുമാനം എടുത്തിരിക്കുന്നത് നടപ്പിലാക്കണം എന്നുള്ളത് കൂടി പറഞ്ഞു അവസാനിപ്പിക്കുന്നതാണ് ഈ എഡിറ്റോറിയൽ. അതുകൂടി പറഞ്ഞ് നമ്മൾ ഇന്നത്തെ പത്രവിശേഷം നമ്മുടെ പ്രസ് സ്റ്റോപ്പ് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും സേതുവിലേക്ക്.